മനുഷ്യ ശരീരം ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് നോക്കാൻ പോകുന്നത്. നാം കഴിക്കുന്ന ആഹാരത്തിലെ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. ദഹിച്ച ആഹാരത്തെ ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണം എന്നും ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയ സ്വാംശീകരണം എന്നും അറിയപ്പെടുന്നു. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരത്തിന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. ആഹാരത്തിലെ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ ദഹന പ്രക്രിയയിൽ വായിൽ ആരംഭിക്കുകയും ചെറുകുടലിൽ പൂർത്തിയാവുകയും ചെയ്യുന്നു. വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ എന്നിവയാണ് ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്? 3 ജോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി സലൈവറി അമിലേസ്. സലൈവറി അമിലേസ് അഥവാ ടയലിൻ എന്ന രാസാഗ്നി അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. ഉമിനീരിന് അണുനാശക ഗുണം നൽകുന്ന രാസാഗ്നിയാണ് ലൈസോസൈൻ. ഭക്ഷണത്തിലെ സൂക്ഷ്മ അണുക്കളെ നശിപ്പിക്കുന്നതിന് ഉമിനീരിന്റെ അണുനാശക ഗുണം ഉപയോഗപ്പെടുത്തുന്നു. കണ്ണുനീരിന്റെ അണുനാശക ഗുണത്തിന് കാരണമാകുന്നതും ലൈസോസൈം ആണെന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യന്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നോക്കാം നമുക്ക്. ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി പരോട്ടിഡ് ഗ്രന്ഥിയാണ്. ഉമിനീരിന് അണുനാശക ഗുണം കൊടുക്കുന്ന രാസാഗ്നി ലൈസോസൈം ആണ്. ടയലിൻ അഥവാ സലൈവറി അമിലേസ് വായിൽ വെച്ച് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഇവയെല്ലാം ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ അന്നനാളത്തിന്റെ ഏകദേശ നീളം എത്രയാണ്? 25 സെന്റിമീറ്റർ. വായുടെ തുടർച്ചയായി കാണുന്ന ഗ്രസനിയിൽ നിന്നാണ് അന്നനാളം ആരംഭിക്കുന്നത്. അന്നനാളത്തിലൂടെ തരംഗ രൂപത്തിൽ ആഹാരം ആമാശയത്തിലേക്ക് എത്തുന്നു. അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാളിക ചലനം, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. പ്രസ്താവനകൾ നോക്കാം. ഇത് രണ്ടും ശരിയാണ്. വായിൽ നിന്ന് ആഹാരം ശ്വസനനാളത്തിലേക്ക് കടക്കാതെ സൂക്ഷിക്കുന്നത് ക്ലോമപിതാനമാണ്. വായിൽ നിന്ന് ആഹാരം നാസാഗഹ്വരത്തിലേക്ക് കടക്കാതെ സൂക്ഷിക്കുന്നത് ഉണ്ണാക്കാണ്. ഇത് രണ്ടും ശരിയാണ്. തന്നിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയിലുള്ള ശരീരഭാഗം ആമാശയമാണ്. ആമാശയത്തിലെത്തുന്ന ആഹാരത്തിലെ പ്രോട്ടീന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി പെപ്സിൻ ആണ്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന പെപ്സിൻ ആഹാരത്തിലെ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനായ കേസിനെ ദഹിപ്പിക്കുവാൻ സഹായിക്കുന്ന ആമാശയരസത്തിലെ രാസാഗ്നി റെനിൻ. ആമാശയത്തിലെത്തുന്ന ആഹാര ഘടകങ്ങളെ കൊഴുപ്പിനെ ദഹിപ്പിക്കുവാൻ സഹായിക്കുന്ന ആമാശയരസത്തിലെ രാസാഗ്നിയാണ് ലിപ്പേസ്. ആമാശയരസത്തിൽ വെച്ച് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അത് ശരിയാണ്. ഭക്ഷണത്തിലൂടെ ആമാശയത്തിൽ എത്തുന്ന രോഗാണുക്കളെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നശിപ്പിക്കുന്നു. അതും ശരിയാണ്. ആമാശയത്തിൽ ദഹനരസത്തിന് അനുയോജ്യമായ pH ക്രമപ്പെടുത്തുന്നത് HCl ആണ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ആമാശയത്തിൽ ദഹനം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന സമയം 4 to 5 മണിക്കൂർ. ആമാശയത്തിൽ നിന്നും ആഹാര ഘടകങ്ങൾ ഉടനെ എത്തുന്നത് ഏത് ശരീരഭാഗത്താണ്? പക്വാശയം. ആമാശയത്തിൽ നിന്നും ആഹാര ഘടകങ്ങൾ തുടർന്ന് ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലെത്തുന്നു. ആഹാരം എത്തുന്നതോടൊപ്പം തന്നെ മറ്റൊരു പൊതുകുഴലിലൂടെ ആഗ്നേയരസം കരൾ പുറപ്പെടുവിപ്പിക്കുന്ന പിത്തരസവും പക്വാശയത്തിലേക്ക് എത്തുന്നു. ആഗ്നേയരസവും പിത്തരസവും ചെറുകുടലിൽ വെച്ചുള്ള മറ്റു ദഹന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് ഡുവോഡിനം. ചെറുകുടലിന്റെ ആദ്യ ഭാഗം ഡുവോഡിനം അഥവാ പക്വാശയവും
മധ്യഭാഗം ജജൂനിയം അഥവാ മധ്യാന്ത്രവും അവസാന ഭാഗം ഇലിയം രോഷാദ്രവുമാണ്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. പിത്തരസത്തില് രാസാഗ്നികളില്ല എന്നുള്ളതാണ് ആൻസർ. പിത്തരസത്തിൽ നിറം കൊടുക്കുന്ന വർണ്ണകമാണ് ബിലിറൂബിന്. കൊഴുപ്പിനെ ചെറുകുടലിൽ വെച്ച് കണികകളാക്കുന്നതിനും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നതിനും പിത്തരസം സഹായിക്കുന്നു. ചെറുകുടലിൽ വെച്ച് പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റാൻ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി ട്രിപ്സിനാണ്. ദഹന പ്രക്രിയയുടെ പൂർത്തീകരണ ശേഷം ഭക്ഷണഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടലിൽ വെച്ച് ആഹാര ഘടകങ്ങളെ രക്തത്തിലേക്ക് സ്വാംശീകരിക്കുന്നതിന് സഹായിക്കുന്ന ചെറുകുടലിലെ വിരലുകൾ പോലെയുള്ള ഭാഗം വില്ലസുകൾ. ശരീരത്തിലേക്ക് ജലം ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. ചെറുകുടലിൽ വെച്ച് 2 തരത്തിൽ ആഹാര ഘടകങ്ങളെ ആഗിരണം ചെയ്യുന്നുണ്ട്. ഒന്ന് ഗാഢതക്രമത്തിനനുസരിച്ച്, രണ്ടാമത്തത് ഗാഢതക്രമത്തിന് വിപരീതമായിട്ടും. ഗാഢതക്രമത്തിനനുസരിച്ച് എന്ന് പറയുമ്പോൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ്. നടക്കുന്ന ആ ആഗിരണമാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും സിമ്പിൾ ഡിഫ്യൂഷനും ഓസ്മോസിസും. ചില സന്ദർഭങ്ങളിൽ ഗാഢതക്രമത്തിന് വിപരീതമായും ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ആഗിരണം നടക്കാറുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. വൻകുടലിന്റെ ഏകദേശം നീളം എത്ര മീറ്റർ ആണ്? 1.5 മീറ്റർ. പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഓഡന്റോളജി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായതാണ്. എല്ലാം ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ സ്ഥിരദന്തങ്ങൾ 32 ആണ്. മനുഷ്യനിലെ പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. മനുഷ്യനിലെ വിവേകദന്തങ്ങളുടെ എണ്ണം 4 ആണ്. ജനിച്ച ശേഷം ആദ്യം മുളക്കുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ, മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം മുളയ്ക്കുന്ന പല്ലുകളാണ് വിവേകദന്തങ്ങൾ, വിസ്ഡം ടീത്ത് എന്ന് പറയുന്നത്. മനുഷ്യനിലെ ഉളിപ്പല്ലുകളുടെ ഇൻസിസേഴ്സിന്റെ എണ്ണം എത്രയാണ്? 8 എണ്ണമാണ്. മുൻവശത്ത് താഴെയും മുകളിലും ആയി 8 ഉളിപ്പല്ലുകളാണുള്ളത്. ഉളിപ്പല്ലുകൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. മനുഷ്യന്റെ കോമ്പല്ലുകൾ കനൈൻ 4 എണ്ണമാണുള്ളത്. പല്ലുകൾക്ക് സമീപമായി ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 കോമ്പല്ലുകളുണ്ട്. മനുഷ്യനിലെ അഗ്രചർവണക ദന്തങ്ങൾ പ്രീമോളാർ എത്ര എണ്ണമാണ്? 8 എണ്ണമാണ്. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായുള്ള ഈ 8 പല്ലുകൾ ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിന് സഹായിക്കുന്നു. മനുഷ്യന്റെ ചർവണകങ്ങൾ 12 ആണ്. ചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് 12 അഗ്രചർവണങ്ങൾ ഉള്ളത്. ഉളിപ്പല്ല് 8, കോമ്പല്ല് 4, ചർവണകം 12, അഗ്രചർവണകം 8, ആകെ 32 പല്ലുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം പല്ലിന്റെ ഇനാമലാണ്. വെളുത്ത നിറവും കടുപ്പമുള്ളതും നിർജീവവുമായ പല്ലിന്റെ ഏറ്റവും മുകളിലുള്ള ദന്തമകുടം ഭാഗമാണ് പല്ലിന്റെ ഇനാമല്. പല്ലിനുള്ളിൽ രക്തക്കുഴലുകളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. പല്ല് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റിൻ.